സിപിഐയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി വീണ്ടും കെ സലീംകുമാറിനെ തെരഞ്ഞെടുത്തു. രണ്ടാം തവണയാണ് സലീംകുമാർ ജില്ലാ സെക്രട്ടറിയാവുന്നത്. സെക്രട്ടറിക്കൊപ്പം 51 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ആഷിഖാദിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ധന്യ, കഴിഞ്ഞ 2 ദിവസമായി CPIയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു വരികയായിരുന്നു. സമ്മേളന കാലയളവിൽ ഒട്ടനേകം വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ വിവിധ സമ്മേളനങ്ങളിൽ, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻമന്ത്രി ES ബിജിമോൾ അടക്കമുള്ളവരുടെ, മുൻ MLA ES ബിജിമോൾ അടക്കമുള്ളവരുടെ ചില പരാമർശങ്ങളടക്കം വിഭാഗീയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് സമ്മേളനം അവസാനിക്കുന്നത്. സമ്മേളനം ജില്ലാ സെക്രട്ടറിയായി കെ സലീംകുമാറിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്. ഇത് 2ാം വട്ടമാണ് കെ സലീംകുമാർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ 51 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കെ സലീംകുമാറിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നതോടെ ഇടുക്കി ജില്ലയിലെ CPIയുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഔദ്യോഗിക പക്ഷത്തിനായി എന്നാണ് കണക്കാക്കുന്നത്. ഈ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് പ്രതിനിധികളെ അടക്കം തിരഞ്ഞെടുക്കാൻ കഴിയും. ഏതായാലും ഇന്നലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് വലിയ ചർച്ചയായിരുന്നു. CPM-നെതിരെ കർശന വിമർശനങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇന്നലെ പുറത്തുവന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ച ഇടുക്കിയിൽ രൂപപ്പെട്ടു വരുന്നുമുണ്ട്. ഏതായാലും കെ സലീംകുമാറിനെ വീണ്ടും ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CPI ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ധന്യ. ശരി ആഷിഖ്.